യെശയ്യാവ് 37:14 മുതൽ 27 വരെ. ഹിസ്കീയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്നും എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കീയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തു. ഹിസ്കീയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞിട്ടെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായി കെരുവുകളുടെ മീതെ അധിവസിക്കുന്നതുമായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവ ചെവി ചായിച്ച് കേൾക്കണമേ, യഹോവയെ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹരീബിൻ്റെ വാക്കും ഒക്കെ കേൾക്കണമേ. യഹോവയെ, അശൂർ രാജാക്കന്മാർ സർവ്വജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിലിട്ട് കളഞ്ഞത് സത്യം തന്നെ. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴും ഞങ്ങളുടെ ദൈവമായ യഹോവയെ നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ആമോസിൻ്റെ മകനായ യെശയ്യാവ് ഇസ്ഹാക്കിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സൻഹരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമായത്, സിയോൻ പുത്രനായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു. യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരാകുന്നു നിന്ദിച്ചത് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തലോന്നതമായി ഓർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലയോ? നീ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എൻ്റെ അസംഖ്യരഥങ്ങളോട് കൂടെ ഞാൻ മലമുകളിലും ലെബനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സർവ്വവൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിൻ്റെ അറ്റത്തെ കൊടുമുടി വരെയും അതിൻ്റെ ചെഴുപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും. എൻ്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു. ഞാൻ പണ്ടേ അതിനെ ഉണ്ടാക്കി, പുറകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ചു ശൂന്യകുമാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ തുർപ്പലരായി വരണ്ട് അമർന്നു പോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുമ്പേ കരിഞ്ഞു പോയ ധ്യാനവും പോലെ ആയിത്തീർന്നു.